നമ്മുടെ ലൈഫിൽ നമ്മൾ വന്നിട്ട് കർമ്മം എന്താണെന്ന് നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. അല്ല ഫോഴ്സായിട്ട് ആ പ്രകൃതിയിൽ നിന്ന് കൊടുക്കുക. നമ്മുടെ പ്രകൃതിയിൽ ദുഃഖങ്ങൾ വരുമ്പോൾ നമ്മുടെ പ്രകൃതിയിൽ നിന്ന് ഒളിച്ചോടും. ആ ഒളിച്ചോട്ടം നിങ്ങൾക്ക് എന്ന് നിൽക്കുന്നോ അന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കും. ഈ മീനിങ് ഇല്ലാതെ വരുമ്പോഴാണ് നമ്മൾക്ക് ഇവിടെ ആൾക്കാർക്ക് ലൗകികത്തിൻ്റെ മേലിൽ നിറയെ പ്രശ്നങ്ങൾ വരിക, ആത്മഹത്യയിലേക്ക് പോവുക, ഇങ്ങനെയുള്ള പല സംഭവങ്ങളും നടക്കുന്നത് അങ്ങനെയാണ്. ആത്മീയം എന്ന് പറയുന്നത് പണം ഉണ്ടാക്കാനോ കോടീശ്വരനാകാനോ ഉള്ളതല്ല, സുഖം അനുഭവിക്കാനോ ഉള്ളതല്ല ആത്മീയം. ഏതൊരു വ്യക്തിയും പലപ്പോഴും ഒരു ആത്മാന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപക്ഷെ അലഞ്ഞു തിരിയുന്നതായിട്ട്, ഒരുപക്ഷെ എൻ്റെ ലൈഫിൽ പോലും ഞാൻ ഒരുപാട് അലഞ്ഞു തിരിഞ്ഞിട്ടുണ്ട്. ഞാൻ പലപ്പോഴും ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലൂടെ അലഞ്ഞു തിരിയുക. ഞാൻ എന്നെ കണ്ടെത്താനാണോ ദൈവത്തിനെ കണ്ടെത്താനാണോ എന്നൊന്നും എനിക്കറിയില്ല. എന്തിനെയോ കണ്ടെത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നത്. അവസാനം വന്നു പെട്ടത് ഞാൻ ഈ ആശ്രമത്തിലാണ്. അപ്പോൾ എൻ്റെ അടുത്ത ചോദ്യം എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ, എന്താണ് എൻ്റെ കർമ്മം എന്നായിരുന്നു. ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്, ഞാൻ എൻ്റെ കർമ്മ മേഖല എന്താണ്. അപ്പോൾ ഈ ഒരു ക്രിയായോഗ സാധനയിലൂടെ നമ്മുടെ കർമ്മത്തെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുമോ? എങ്ങനെയാണ് നമ്മുടെ കർമ്മത്തെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? നിങ്ങളുടെ കർമ്മത്തിനെ പിടിച്ച് കണ്ടുപിടിക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം നിങ്ങളുടെ സോഫ്റ്റ്വെയറിൽ ഇതെല്ലാം ഫീഡ് ചെയ്തിട്ടാണ് നിങ്ങളിവിടെ വരുന്നത്. ആ സിസ്റ്റമാറ്റിക്കലായിട്ട് അത് കറക്റ്റായി വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ എന്നെ വന്ന് കാണാൻ വരുന്നത് പോലും നിങ്ങൾക്ക് നേരത്തെ നിങ്ങളുടെ അറിവോട് കൂടിയാണ്. അല്ലാതെ നിങ്ങൾക്ക് അത് മറന്നുപോയി, ആ മറന്നതിനെ തിരിച്ച് റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ വരുന്നു, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ കർമ്മം ചെയ്യാൻ വേണ്ടി ഒരു പ്രത്യേക ഒരു ചിട്ടകളോ ഒരു പ്രശ്നങ്ങളോ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യമില്ല. ഭഗവാൻ കൃഷ്ണൻ പറയുന്ന വേറൊരു വേർഡ്സ് ഉണ്ട്, എപ്പോഴും നമ്മൾ നിന്ന് കൊടുക്കണം. ഇപ്പോൾ യുദ്ധം ചെയ്യാൻ എന്താണ്, നമ്മൾ നിന്ന് കൊടുക്കണം. അവിടെ നിന്ന് കൊടുക്കാന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്, യുദ്ധം ചെയ്യാന്നുള്ള ഒരു ഫീലിങ്ങോട് കൂടിയാണ് നിന്ന് കൊടുക്കുന്നത്. അതേപോലെ നമ്മുടെ ലൈഫിൽ നമ്മൾ വന്നിട്ട് കർമ്മം എന്താണെന്ന് നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. അല്ല ഫോഴ്സായിട്ട് ആ പ്രകൃതിയിൽ നിന്ന് കൊടുക്കണം. നമ്മുടെ പ്രകൃതിയിൽ ദുഃഖങ്ങൾ വരുമ്പോൾ നമ്മുടെ പ്രകൃതിയിൽ നിന്ന് ഒളിച്ചോടും. ആ ഒളിച്ചോട്ടം നിങ്ങൾക്ക് എന്ന് നിൽക്കുന്നോ അന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കും. കർമ്മം എന്താണെന്നും എല്ലാം നിങ്ങൾക്ക് ബോധ്യമാകും. അപ്പോൾ അതിൻ്റെ മീനിങ് നമ്മുടെ പ്രകൃതിയെ കണ്ട് ഒളിച്ചോടേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രെയിനിൽ തന്നെ എല്ലാം അത് വർക്കൗട്ട് ചെയ്ത് ഭഗവാൻ തന്നെ നമ്മുടെ തന്നെ സ്വയം ഉണ്ടാക്കി ഇവിടെ വിട്ടിട്ടുണ്ട്. അത് നിന്ന് കൊടുക്കുമ്പോൾ നാച്ചുറലായിട്ട് അത് കൊണ്ടുവിട്ടേക്കും. അതുകൊണ്ട് നമ്മുടെ ഒരു നദിയിൽ നമ്മുടെ നീന്തുകയാണെങ്കിൽ ഒഴുക്കിനനുസരിച്ച് പോയാണെങ്കിൽ ഈസിയായി പോയി ചേരാം. എതിർനീച്ചൽ, തമിഴ് പറയും എതിർനീച്ചൽ എന്ന് പറയും. അത് എതിരായിട്ട് നിങ്ങളുടെ നീന്തുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കൈയും കാലുമൊക്കെ കുഴഞ്ഞ് വീണ്ടും നമ്മൾ പോകുന്നത് അവിടെ ആയിരിക്കും. അപ്പം ആ ഒരു ബോധത്തിലേക്ക് പോകാതിരിക്കുന്നത് നല്ലത്. കാരണം നിങ്ങൾ തന്നെ പറയുക, ഭഗവാൻ എനിക്കിവിടെ ഒന്നും അറിഞ്ഞൂടാ, നിങ്ങൾ എന്തെങ്കിലും അറിയാമെങ്കിലും അറിഞ്ഞൂടാന്ന് പറയുക. ബിഗ് സീറോ ആകണം, സറണ്ടറിങ് ആകണം. ആ പ്രകൃതിയോട് തന്നെ സറണ്ടർ ചെയ്യണം. എനിക്കിവിടെ ഒരു ചുക്ക് അറിഞ്ഞൂടാ, എന്നെ നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, ഞാൻ തന്നിരിക്കുന്നു. ഈ മീനിങ് ഇല്ലാതെ വരുമ്പോഴാണ് നമ്മൾക്ക് ഇവിടെ ആൾക്കാർക്ക് ലൗകികത്തിൻ്റെ മേലിൽ നിറയെ പ്രശ്നങ്ങൾ വരിക, ആത്മഹത്യയിലേക്ക് പോവുക, ഇങ്ങനെയുള്ള പല സംഭവങ്ങളും നടക്കുന്നത് അങ്ങനെയാണ്. അവിടെ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു പ്രശ്നം വരുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നിങ്ങൾ ജനിക്കുന്നത് ഒരു പാഠം പഠിക്കാൻ വേണ്ടിയാണ്. നമ്മൾ പരീക്ഷ എഴുതാൻ വേണ്ടിയാണ് നമ്മുടെ ഭൂമിയിൽ വരുന്നത്, അല്ലാതെ സുഖം അനുഭവിക്കാൻ വേണ്ടിയല്ല. ആ പാഠങ്ങളത്രയും പഠിച്ച് നമ്മൾ കറക്റ്റ് മാർക്കോട് കൂടി പോയി കഴിഞ്ഞാൽ ഈസിയായിട്ട് നമുക്ക് അടുത്ത സ്റ്റേജിലേക്ക് പോകാൻ സാധിക്കും. അതല്ലാതെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എന്തായിരിക്കും, നിങ്ങളുടെ കർമ്മത്തിനെ ബേസ് ചെയ്ത് കർമ്മത്തിൻ്റെ പുറകെ പോയി ഇപ്പോൾ അതിൽ നിന്ന് ദുഃഖങ്ങൾ അനുഭവിച്ച് പല കഷ്ടങ്ങളുണ്ടായി, പിന്നെ നിങ്ങൾക്ക് ഈശ്വരൻ ഉണ്ടോ ഈശ്വരൻ ഇല്ലയോ എന്നുള്ള ഒരു യുക്തിവാദിയിലേക്കും അല്ലെങ്കിൽ ഒരു ഭക്തിയിലോ ഒന്നുമില്ലെങ്കിൽ ആത്മഹത്യയിലേക്ക് പോയി വിടും, അത്രയേ ഉള്ളൂ. അതിൽ നമ്മൾ പോകേണ്ട ഒരാവശ്യമില്ല. നിങ്ങൾ നാച്ചുറലായിരിക്കുക. അതായത് നാച്ചുറൽ ലിവിങ്ങിലേക്ക് വരുന്നതാണ് സെൽഫ് റിയലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ നാച്ചുറൽ ലിവിങ് എന്ന് പറയുന്നത് എന്താണ്, പ്രകൃതിദത്തമായുള്ള ലൈഫ്. അതിന് ഒരു വ്യത്യാസങ്ങളും വരുന്നില്ല. അത് ബൈ നാച്ചുറലായിട്ട് അത് നമ്മുടെ ഒഴുക്കി കൊണ്ടുപോയിക്കോളും. അതിന് നിങ്ങളുടെ ആപ്പോസിറ്റ് സൈഡിൽ നിങ്ങളുടെ നീന്തേണ്ട ആവശ്യമൊന്നും അവിടെ വരുന്നില്ല. അങ്ങനെ നീന്തുകയാണെങ്കിൽ നിങ്ങളുടെ തീർച്ചയായിട്ടും ഫെയിലുവറാണ്. പ്രകൃതി നിങ്ങളെ ഒരിക്കലും വിടാൻ പോണില്ല. നിങ്ങളുടെ ബന്ധത്തെ കൊല്ലാതെ ചെയ്യുകയും ചെയ്യും.
അത്രയേ ഉള്ളൂ. ഏതൊരു മനുഷ്യനും സ്പിരിച്വാലിറ്റിയിലോട്ട് കടക്കുമ്പോൾ അവൻ്റെ ലൈഫിലുള്ള ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെടുന്നതായിട്ട് എനിക്കും അനുഭവപ്പെട്ടിട്ടുണ്ട്. ഞാൻ കാണുന്ന ഒരുപാട് ആളുകൾ ഇത് കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ അവരുടെ കുടുംബം നഷ്ടപ്പെടുക, ഭാര്യ നഷ്ടപ്പെടുക, അച്ഛനമ്മ നഷ്ടപ്പെടുക, സാമ്പത്തികം നഷ്ടപ്പെടുക, ജോലി നഷ്ടപ്പെടുക. അപ്പൊ എന്തുകൊണ്ടായിരിക്കും നമ്മള് ഇതില് രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, നിങ്ങളുടെ അറിവില്ലായ്മയിൽ കൂടിയാണ് ആ സ്പിരിച്വലിൽ വന്നത്. രണ്ട്, നിങ്ങൾക്ക് തന്ന ശാസ്ത്രം, അതായത് സാധന, ആ സാധനയിൽ വരുന്ന തെറ്റുകുറ്റങ്ങളാണ് പ്രശ്നം ഉണ്ടാകുന്നത്. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്നായിരിക്കും നിങ്ങളുടെ ഇതിലേക്ക് വരുന്നത്. പിന്നെ ആത്മീയം എന്ന് പറയുന്നത് പണം ഉണ്ടാക്കാനോ കോടീശ്വരനാകാനോ ഉള്ളതല്ല, സുഖം അനുഭവിക്കാനോ ഉള്ളതല്ല ആത്മീയം. കാരണം ഞാൻ എന്താണ്, ഞാൻ ആരാണ്, ഞാൻ എന്തിനാണ് ഇവിടെ വന്നത്, തിരിച്ചെവിടെയാണ് പോകുന്നത്, ഇത്രയും ക്വസ്റ്റ്യൻസിന് ഒരു ആൻസർ കിട്ടാനുള്ള അതിനു വേണ്ടി മാത്രമാണ് ഈ സാധനം. അല്ലാതെ ഒന്നും നിങ്ങളുടെ കർമ്മങ്ങളെ ബേസ് ചെയ്ത് കളയാനോ എടുക്കാനോ ഉള്ള ഒരു സാധനമല്ല. എന്നാൽ ഇവിടെ ഒരു സന്യാസിയെ കണ്ടു കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങളുടെ മാനസികമായിട്ടുള്ള അവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ, അവൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ ലാഭമായിട്ട് ജീവിക്കാം, സന്തോഷിക്കാം, പിന്നെ നമ്മുടെ ദുഃഖങ്ങളൊക്കെ തീരും. ഇങ്ങനെ പല കൺസെപ്റ്റിലാണ് ആൾക്കാർ ഫാം ചെയ്ത് വരുന്നത്. അത് അവരുടെ വിശ്വാസത്തിൻ്റെ പേരിൽ ചിലപ്പോൾ മാറാം, അതൊക്കെ പലതും മാറും, പലതും സംഭവങ്ങൾ സംഭവിക്കും. എന്നാൽ സാധനയിലേക്ക് വരുന്ന സമയം നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങളൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാകുമെന്ന് പറയാൻ കാരണം, നിങ്ങൾക്ക് ഇപ്പം ഒരു 6 മാസം കൊണ്ട് ചെയ്ത് തീർക്കേണ്ട സംഭവങ്ങളെ ഒരു യോഗി വന്നിട്ട് 2 മാസം കൊണ്ട് നിങ്ങൾ ചെയ്ത് തീർക്കേണ്ടി വരും. അത് ലാഭമാകട്ടെ നഷ്ടമാകട്ടെ, ആ ഒരു ഫീലിങ്സ് നിങ്ങൾക്ക് ഉണ്ടാകുന്ന സമയം അവിടെ പലതും നിങ്ങളുടെ നഷ്ടപ്പെടും. ചിലപ്പോൾ പലതും പുതുതായിട്ട് കിട്ടും, പല സംഭവങ്ങളും അതിനകത്തും ഉണ്ടാകും. കാരണം അതുകൊണ്ടാണ് യോഗ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നവർക്ക്, അല്ലെങ്കിൽ മെഡിറ്റേഷനിൽ, അത് ധ്യാനത്തിൽ പോയാലും ശരി, അല്ലെങ്കിൽ ജ്ഞാനയോഗത്തിൽ പോയാലും ശരി, നിങ്ങളുടെ ഈ പദ്ധതികളിൽ ഏതിൽ പോയാലും നിങ്ങൾക്ക് ധൈര്യം വേണം. ധൈര്യമില്ലെങ്കിൽ ഒരിക്കലും ഇതിലേക്ക് വരാൻ സാധിക്കില്ല. കാരണം ഇതെല്ലാം നഷ്ടപ്പെടും എന്നുള്ള ഒരു ബോധം നിങ്ങളുടെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. കാരണം നഷ്ടപ്പെടാൻ ഇവിടെ ഒന്നുമില്ല, നിങ്ങളൊന്നും കൊണ്ടുവന്ന ഒരു സാധനമൊന്നുമില്ല, ഇവിടെ ഉള്ളതാണ്. നിങ്ങളുടെ അനുഭവിക്കുന്ന സമയത്ത് ചിലപ്പം കൂടുതൽ കുറവുകളും ഉണ്ടായിരിക്കും. അത് ഉണ്ടാകുന്ന കാരണം നിങ്ങൾക്ക് വേണ്ടാത്തതെല്ലാം ഈശ്വരനായിട്ട് എടുത്ത് ദൂരെ കളയും. അത് നമ്മളത് പിടിച്ചു പറിച്ച് വെച്ചിട്ടിരിക്കും. അതിന് ഉദാഹരണം എന്ന് പറഞ്ഞാൽ, ഒരു കുഞ്ഞ്, ആ കുഞ്ഞിന് ഒരു കളിപ്പാട്ടങ്ങളായിരിക്കും വേണ്ടത്. അതിന് പകരമായിട്ട് അവൻ എന്ത് ചെയ്യുന്നു, ഒരു പടക്കം എടുത്ത് കയ്യിൽ വെച്ചെന്നാൽ എന്തായിരിക്കും? ഉടനെ അമ്മ വന്ന് ആ പടക്കത്തിനെ പറിച്ചെടുത്ത് ദൂരെ കളയും, കുഞ്ഞ് കിടന്ന് കരയാൻ. ഇതേ അവസ്ഥ നിങ്ങൾക്കും ഉണ്ട്. അപ്പോൾ ഒരു സാധനം സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ പടക്കത്തിനെ കൈവച്ച് നടക്കുന്ന രീതിയിലാണ് നമ്മുടെ ലൗകികം. അതിൽ നിന്ന് മാറ്റാൻ വേണ്ടി പല സംഭവങ്ങളും നമ്മുടെ ബോഡിയിൽ, മൈൻഡിൽ, ഇൻ്റലക്റ്റിൽ ഇതൊക്കെ സാധിക്കും. ഇതൊക്കെ സാധിപ്പിച്ചിട്ടേ നിങ്ങളുടെ ആ ലെവലിലേക്ക് കൊണ്ട് എത്തിക്കും.